എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന മധുരയിലുള്ള തിരുമലൈ നായക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലസിലാണ്. ഇന്ന് പൊതുവെ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതേപോലെ തന്നെ മധുരൈ പാലസിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ മീനാക്ഷി അമ്മൻ ടെമ്പിൾ വരുന്നത്. ഏകദേശം മീനാക്ഷി അമ്മൻ ടെമ്പിളൊക്കെ പോയിട്ട് നേരെ വരുന്നത് നമ്മുടെ ഈ പാലസിലോട്ടാണ്. അത്യാവശ്യം ഹോളിഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി, ഈ പാലസ് എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് പറയുന്നതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് ആയാലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ല് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇടുന്നതായിരിക്കും. അതുപോലെ ഫസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് എൻട്രി ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വരുന്നത് ഏകദേശം 10 രൂപയാണ് കേട്ടോ. 5 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. അതിന് മേപ്പോട്ടുള്ളവർക്കൊക്കെ ചാർജ് വരുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ക്യാമറ ഒക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചാർജ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ പാലസിനകത്തോട്ട് എൻട്രി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ആ തൂണുകളാണ്. ഏതാണ്ട് 12-13 ഏക്കർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു പാലസ് നീണ്ടു നിൽക്കുന്നത്. അതിനകത്ത് കൂടുതലും ഈ തൂണുകളാണ്. അതായത് ഏതാണ്ട് 248 തൂണുകളും ഉയരവും 60-82 അടി ഉയരവും കണക്കാക്കപ്പെടുന്നു. ഏതാണ്ട് 400 വർഷം പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ ഓരോ തൂണുകളിലും നമ്മൾ ഏതാണ്ട് 2-3 പേര് പോലും നിന്ന് കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റത്തില്ല. ഏകദേശം ഒരു 5-6 പേരെങ്കിലും നിന്നെങ്കിൽ മാത്രമേ ഈ ഒരു തൂണ് നമുക്ക് ടോട്ടലായിട്ട് പിടിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഈ ഒരു പാലസിൻ്റെ ഒരു സെൻട്രലായിട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മളെ ഏറ്റവും മൈന്യൂട്ടായിട്ട് ചെയ്യപ്പെടുന്ന ഒരു ഡിസൈൻസാണ് നമ്മൾ ഈ കാണപ്പെടുന്നത്. നമുക്ക് പറ്റുന്ന ഒരു ഹൈറ്റ് ഫുള്ളും നമ്മൾ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അതുപോലെ ഓരോ ഹൈറ്റിനും ഓരോ ഡിസൈൻസാണ് അവിടെ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ കാണുന്ന ഓരോ തൂണിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് ചുട്ട ഇഷ്ടികളും ചുണ്ണാമ്പ് വെച്ചാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് നിലനിന്ന് പോകുന്നത്. അതോടൊപ്പം ഇവർ മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഏറ്റവും ടോപ്പിൽ കയറാൻ പറ്റുമില്ലെന്നൊന്നും അറിയത്തില്ല. എന്നാലും നമ്മൾ മാക്സിമം നോക്കാം. ഇതിനകത്ത് ചിലതൊക്കെ ക്ലോസ്ഡ് ആണ്. മുമ്പ് മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതിനകത്ത് അലൗഡ് അല്ല. അതേപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു പാലസ് അറിയപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സിനിമ ഷൂട്ടിങ്ങുകളും ഇവിടെ നടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു പാലസ് വീണ്ടും അറിയപ്പെട്ടത്. അപ്പം ഈ മധുരയിൽ തന്നെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഒരു പാലസും കൂടിയാണ്. അപ്പോൾ ഈ ഒരു പാലസിൻ്റെ ഹിസ്റ്ററി ഞാൻ പറയാം. അപ്പോൾ നമുക്ക് അറിയാവുന്ന രീതിയിലെല്ലാം നമ്മൾ വിശദമായിട്ട് ക്ലിയർ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പോൾ ഇതിനകത്ത് 1623 മുതൽ 1659 വരെയാണ് മധുരൈ നായക്കർ രാജവംശത്തിലെ രാജാവായ തിരുമലൈ നായക്കരാണ് മധുരൈ ഫുള്ളും ഭരിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു കാലയളവിൽ മധുരയിൽ തന്നെ ഒരു കൊട്ടാരം പണിയാനായി തുടക്കം ഇട്ടതും തിരുമലൈ നായക്കരാണ്. അപ്പോൾ 1630 ഈ ഒരു കൊട്ടാരത്തിന് പണികൾ തുടങ്ങാൻ വേണ്ടി അതിനിടയിലും ഏതാണ്ട് തിരുമലൈ നായക്കർ പല യുദ്ധങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി. അപ്പോൾ 1630 തുടങ്ങിയ ഈ ഒരു പാലസ് തീർക്കപ്പെട്ട അതേ പണി ഫുള്ളും തീർക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ 1636 അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പല യുദ്ധങ്ങളിൽ ഏർപ്പെട്ടതെന്ന് ഏറ്റവും മെയിനായിട്ട് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അന്നത്തെ രാജധാനിയായ മധുരയുടെ ഭരണകേന്ദ്രവും രാജ കുടുംബത്തിൻ്റെ വസതിയുമായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമുക്കറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും നമ്മൾ ആകർഷിക്കുന്ന പറയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള മൈന്യൂട്ടായിട്ട് ചെയ്യപ്പെടുന്ന ഓരോ ഡിസൈൻസാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഏറ്റവും ടോപ്പിലും ഓരോ ഡിസൈൻസും. അതുപോലെ അതിൻ്റെ നമ്മൾ ഏറ്റവും ടോപ്പിൽ കയറാനുള്ള പല വഴികളും ഇതിനകത്തുണ്ട്. പക്ഷേ അതിനകത്തെല്ലാം കൂടുതലും ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ മ്യൂസിയം അതേപോലെ തന്നെ പല പുരാതന വസ്തുക്കളും ഇവിടെ അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് പിന്നെ അതിനുശേഷം തിരുച്ചിയിലുണ്ടങ്ങ് കൊണ്ടുപോയെന്നാണ് അറിയപ്പെടുന്നത്. അതായത് 12-13 ഏക്കർ ഡിസ്റ്റൻസ് ഉള്ള ഈ ഒരു പാലസ് 4/1 ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം ഡാമേജ് ചെയ്യും. അതേപോലെ യുദ്ധങ്ങളൊക്കെ വന്നതിന് ശേഷം ഡാമേജ് ആയി പോയെന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് പല മെയിൻറ്റെയിൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. ഇന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടലി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയെന്നാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് കയറുന്നത് മുതൽ ഓരോന്നിനും ചാർജ് ഇൻക്ലൂഡിങ് വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രിട്ടീഷ് ഭരണകാലത്ത് ലോർഡ് നാപ്പിയർ എന്ന് പറഞ്ഞ് അദ്ദേഹം 1866 മുതൽ 1872 കാലഘട്ടങ്ങളിൽ കൊട്ടാരത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ പുനരുദ്ധരിച്ചെന്നാണ്
അറിയപ്പെടുന്നത്. അതിനാലാണ് ഇന്നും ഈ ഒരു സ്മാരകം നിലനിൽക്കുന്നതും. അപ്പോൾ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ, അതായത് മധുരയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പാലസും കൂടിയാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. മാക്സിമം നിങ്ങൾ ഈ ഒരു മധുരൈ മീനാക്ഷി അമ്മൻ ടെമ്പിളിൽ വരുന്നവർ അതിന് തൊട്ടടുത്താണ്, അതായത് മീനാക്ഷി അമ്മൻ്റെ അമ്പലത്തിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രമേ ഈ ഒരു പാലസ് വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ബസ് വഴിയും വരാം, അതേപോലെ ഓട്ടോയും വരാം. ഡയറക്റ്റ് നമ്മൾ ഈ ഒരു മധുരൈ സെൻട്രലായിട്ടാണ് ഈ ഒരു പാലസ് വരുന്നത്. ഏറ്റവും ചരിത്ര പ്രസിദ്ധമായി അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിനോടൊപ്പം ഇതിനകത്ത് കുറച്ച് പുരാതനമായ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള പല മൺപാത്രങ്ങളാണ് അറിയപ്പെടുന്നത്. അപ്പം അത് ഒരു കുറച്ച് മാത്രമാണ് ഇവിടെ നമുക്ക് മ്യൂസിയത്തിലായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതായത് ഇതിനകത്ത് സെപ്പറേറ്റ് ഒരു മ്യൂസിയവും അതേപോലെ കുറച്ച് ഒരു ഡാൻസിൻ്റെ ഒരു സെക്ഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നതാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇപ്പം അലൗഡ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മെയിൻ്റെനൻസ് വർക്കും നടക്കുന്നുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം അതിനകത്ത് നമുക്കിപ്പോൾ അലൗഡ് അല്ലാത്ത. ഇപ്പോൾ നമ്മൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് കാണുന്ന ഹാളും അതേപോലെ ഏറ്റവും മെയിനായിട്ട് അറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തൂണുകളാണ് ഏറ്റവും ഹൈലൈറ്റ്. അപ്പം നമ്മളിപ്പോൾ ഈ കവർ ചെയ്യുന്ന മൊത്തം ഈ സൈഡിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കൂടി കവർ ചെയ്താണ് നമ്മൾ ഈ വരുന്നതെല്ലാം. അതിനകത്ത് കൂടുതലും 2000 വർഷങ്ങളുള്ള പഴക്കമുള്ള ഒരു 5 മൺപാത്രങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് തന്നെ. ഓരോന്നിനും കറക്റ്റ് സേഫായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ ഇതിനകത്ത് പലതും എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിയം, അതുപോലെ ഡാൻസ് കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. പക്ഷെ അതെല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഓർക്കുക, ഏതാണ്ട് ഒരു 12-13 ഏക്കർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു പാലസ് നീണ്ടു നിൽക്കുന്നതെങ്കിൽ ഇതിനകത്ത് ഒത്തിരിയും ഉണ്ട് നമുക്ക് കാണാൻ തന്നെ. പക്ഷേ ചിലതിനൊന്നും നമുക്ക് കയറാനുള്ള ഇതൊന്നും അലൗഡ് അല്ല. അപ്പം അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വരുന്നവർ. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ കറക്റ്റ് ഒരു സെൻട്രലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ തൂണൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു അമ്പരപ്പിക്കുന്ന രീതിയിൽ ഇന്നും ഒരു നിലനിന്ന് പോകുന്നതൊക്കെ പറയുമ്പോൾ അത്ഭുതമാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും കാണുന്ന ഫ്രണ്ടിലത്തെ ഒരു ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കുറച്ച് പരിപാടികളും അതേപോലെ ലൈറ്റ് വർക്കും ഉണ്ടെന്നാണ് അറിയുന്നത്. ഏകദേശം ഒരു 9 മണി മുതൽ 5 മണി വരെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏതാണ്ട് ഒരു 8 മണി വരെയൊക്കെ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇതിനകത്ത് 2 സെറ്റായിട്ടാണ് ലൈറ്റിൻ്റെയും അതുപോലെ സൗണ്ട് ഷോയും ഉണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷേ നമുക്ക് ഇതുവരെ നിന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കൊല്ലത്തു നിന്നൊക്കെ വരുന്നുണ്ട്, എങ്ങനെയാലും തിരിച്ച് അതേപോലെ പെട്ടെന്ന് പോകുമോ എന്നുള്ളതുകൊണ്ട് നമ്മൾ വലുതായിട്ട് ഫുള്ളൊന്നും കവർ ചെയ്തില്ല. അതുപോലെ ചിലയിടത്തൊന്നും നമുക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. അവിടെയൊക്കെ ചില മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ടായിരിക്കാം, അതുകൊണ്ടാവാം നമ്മൾ അതിനകത്തോട്ട് അലൗഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് പറ്റുന്ന എല്ലാം നമ്മളിതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അതുപോലെ ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്താം. അപ്പം മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അതുപോലെ ഇതിനകത്ത് നമുക്ക് ഫുള്ളൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാലും വലിയ ക്ലിയർ ആവണമെന്ന് അറിയത്തില്ല. നമ്മളിത് ചെയ്യുന്ന എല്ലാം നമ്മുടെ ഫോണിലാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. താങ്ക് യു.